APC PC ചാക്കോ അധ്യക്ഷനായി. മന്ത്രിമാരെ ആരെയും വിളിച്ചോ? ഇല്ല. പ്രധാനമന്ത്രിയെ വിളിച്ചോ? ഇല്ല. ജയിലിൽ കിടന്ന രാജായെ വിളിച്ചോ? ഇല്ല. രാജാ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന് അങ്ങേരോട് ചോദിച്ചോ? ഇല്ല. കരിമണിയോട് ചോദിച്ചോ? ജയിലിൽ കിടന്നതല്ലേ DMKയുടെ നേതാവ് MP, അവരോട് ചോദിച്ചോ? ഇല്ല. പിന്നെ എവിടെ വെച്ചാ AICC ഓഫീസിൽ വെച്ച് മോളിയാമാടോ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന വെച്ച് PC ചാക്കോ എന്ന് പറയേണ്ട ആളെ റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇപ്പം. അതാണ് ചാക്കോയുടെ റിപ്പോർട്ട് എന്നാണ് അതിന്റെ എപ്പിസോഡ് പേര്. അത് രാജിവെക്കണമെന്നാണ്, അംഗീകരിക്കുകയെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വലിയ സങ്കീർണമല്ലേ ആ പ്രശ്നം? അഴിമതി അതാണ്. ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞ് ഏതാണ്ട് 8-9 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. 8-9 ലക്ഷം. ഏറ്റവും അവസാനത്താണ് ഹെലികോപ്റ്റർ ഇടപാടിലെ 362 കോടി രൂപയുടെ അഴിമതി. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഇല്ലേ? പട്ടാളക്കാരൊക്കെ കൊടുക്കാൻ നിർമ്മിച്ച ഫ്ലാറ്റ് കൊടുക്കാരെ കോൺഗ്രസുകാർ പങ്കിട്ടെടുത്തു. ആദർശ് ഫ്ലാറ്റ് അതല്ലേ? ISROയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ വകുപ്പിൽ അഴിമതി, ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതി, കൽക്കരി ഇടപാട് അഴിമതി. തട്ടിപ്പാണ് പ്രിയമുള്ളവര്. വധേര റോബർട്ട് വധേര 600-700 കോടി രൂപയുടെ സ്വത്തുണ്ടാക്കിയെന്നാണ് കഥ. ലോകത്തെ സമ്പന്നന്മാരിൽ 4ാം സ്ഥാനമാണ് സോണിയാഗാന്ധിക്കെന്നാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? വേണ്ടപ്പെട്ടവരുടെ കാര്യമായതുകൊണ്ട് പത്രം വേണ്ടവരെ കൊടുക്കുകയല്ലോ. മനോരമ കൊടുക്കുവോ? ഇല്ല. മാതൃഭൂമി കൊടുക്കുവോ? ഇല്ല. ദീപിക തീരെ കൊടുക്കുവോ? ഇല്ല. കാരണം ദീപികയ്ക്കുന്ന ഇവര് ക്രിസ്ത്യാനിയാണെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കാണാൻ വരെ അവിടെ പണമെല്ലാം കൊടുക്കുന്നത്. കൊടുക്കുകയില്ല. അതിന് വേറെ വല്ല പാർട്ടിക്കാരുമാണേലോ വല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ എങ്ങാനുമാണ് ഇതിന്റെ 1000-1 കാര്യം ഒരു ചെറിയ പോയിന്റ് ഉണ്ടേ മതി ശരിയാക്കുക. അതാണ്. അതുകൊണ്ട് രാജ്യം വലിയ സങ്കീർണമായ പരിസ്ഥിതിയാണ് നേരിടുക. പ്രിയപ്പെട്ട സാഹചര്യ സുഹൃത്തുക്കളെ, രാജ്യം സുസ്ഥിരമായ പോരാട്ടം നടത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവനം ദുരിതപൂർണമായി, കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ജീവനം ദുരിതപൂർണമായി. വിലക്കയറ്റം സങ്കീർണമാണ്. രാജ്യത്തിന്റെ പൊതുമുതൽ കട്ടുമുടിക്കുന്ന ഒരു പറ്റം കാപാലികന്മാരാണ് ഡൽഹിയിൽ സിംഹാസനത്തിലിരിക്കുന്നവർ. അതാണ്. ചിദംബരം എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. ഇതിപ്പോൾ അഴിമതി വീരൻ വേറെ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുണ്ട്, അവരും നല്ല വക്കീലാണ്. ഇപ്പൊ കണ്ടില്ലേ ബംഗാളിലെ മമതാ ബാനർജി ഒരു ശാരദാ ചിട്ടി കമ്പനി തുടങ്ങിയിട്ട് നടത്തിയ തട്ടിപ്പ്, അതിനകത്ത് ചിദംബരത്തിന്റെ ഭാര്യയെ ഉണ്ട്. കാശ് ശരിക്ക് അമക്കിയിട്ടുണ്ടെന്നാണ് പത്രവാർത്തകൾ വന്നിരിക്കുന്നത്. ഇതാണ് ഒരു പറ്റം ആളുകൾ ഡൽഹിയിലെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തിന്റെ പൊതുമുതൽ കക്കുകയാണ്. ഈ കളവെല്ലാം പറയുന്നത് ആരാണ്? മാർക്സിസ്റ്റുകാരാണോ? പ്രതിപക്ഷക്കാരാണോ? അല്ല, CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഭരണഘടനാപരമായ സ്ഥാപനം, ഭരണഘടനാ ശില്പികള് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കണക്കുകൾ പരിശോധിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അവരാണ് പറയുന്നത്. അതുകൊണ്ട് 4 വർഷം കഴിഞ്ഞു, ഇപ്പം പിന്തുണയില്ല, ഭൂരിപക്ഷമില്ല ഗവൺമെന്റിന്. നിലനിർത്താൻ വേണ്ടി ഒറ്റപ്പെട്ട ചാക്കം കൊണ്ട് നടന്ന MPയെ ചാക്കിട്ട് പിടിക്കുകയാണ് MPമാരെ. 1ാം ഗവൺമെന്റിന്, 1ാം UPA ഗവൺമെന്റിന് ഇടതുപക്ഷം നൽകിയ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞ് അന്ന് സ്വീകരിച്ച മാർഗം അറിയാം. അമേരിക്കയുടെ പണവുമായി നടന്ന് MPമാർക്ക് കോഴ കൊടുത്ത് സ്വാധീനിച്ചു. ചില MPമാരുടെ പണം കണ്ടിട്ട് കോടിക്കണക്കിന് പാർലമെന്റിൽ പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ? ലോകത്തിന് മുമ്പിൽ അപമാനമല്ലേ നമുക്കുണ്ടായത്? ഇപ്പോഴും ആ മാർഗമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചലനം തുടങ്ങി. BJP അധികാരത്തിൽ വരാൻ ഒരു ഭാഗം RSSകാരാണ് മോഡിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതേ തുടർന്ന് BJP അകത്ത് പ്രശ്നം, NDA അകത്ത് പ്രശ്നം ഇല്ലേ? ഗുജറാത്തിൽ നിസാര നാടുകൾ കൊണ്ട് ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുക, അതിന് നേതൃത്വം കൊടുത്ത മാന്യദേഹമാണ് മോഡി. അതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് എന്നാണ് BJP RSSകാർ ചിന്തിക്കുന്നത്. മൻമോഹൻ സിംഗ് ആണോ? സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയാണോ? ആരാണ് എന്നറിയില്ല. പ്രിയമുള്ളവര്, കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്നത് എന്നായാലും ആ പയ്യനങ്ങ് ആകുകയില്ല. 3 ടേണായി ഒരു പ്രസ്താവന പോലും നടത്താൻ ആ കൊച്ചിനെ കൊണ്ട് പറ്റില്ല. എന്നാലും കെട്ടിപ്പിടിപ്പിക്കുക. ഈ വാഴക്കര കച്ചവടം ചെയ്യുന്നവർ കണ്ടില്ലേ? മൂത്ത പോലെയും പിഞ്ചുപോലെയും എല്ലാം വിട്ടു. കുറച്ച് മൂപ്പ് കുറവാണ് വിട്ടു. അത് പഴുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയുണ്ട്. പുക കൊടുക്കുക, കുഴി വെച്ച് എന്ന് പറഞ്ഞ പോലെ പുകച്ചോണ്ടിരിക്കുക. 3 ടേൺ MP ഇപ്പോൾ ഒരു പ്രസ്താവന പോലും ഇറക്കുകയില്ല.
എന്നാലും രാജ്യത്തെ തലമുതിർന്ന സ്വാതന്ത്ര്യ സമര പോരാളികളടക്കമുള്ള കോൺഗ്രസുകാര് അണ്ണാക്കിൽ ഇങ്ങനെ വായി കൈവിട്ടുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഈ പയ്യന്റെ അടുത്ത്. ഹോ, എന്തൊരു ഗതികേടാണ് പ്രിയമുള്ളവരെ. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽ കയറു വാങ്ങി രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ ഭേദമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ സാഹചര്യം രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മൂന്നാം ബദലിന്റെ സംസാരം തുടങ്ങിയിട്ടുണ്ട്, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും BJP അധികാരത്തിൽ വരുന്നത് തടയാൻ, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയാൻ എന്തെല്ലാം സാധ്യതയുണ്ടോ, ഒരു മൂന്നാം ബദലുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു മൂന്നാം ബദൽ കോൺഗ്രസിന്റെയും BJPയുടെ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മൂന്നാം ബദലിന് വേണ്ടി രാജ്യത്തെ ഇടതുപക്ഷ ശക്തികൾ ശ്രമിക്കും എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഇപ്പൊ തന്നെ ദീർഘമായി പോയി അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട MLA ജലീൽ വരാൻ വൈകി എന്നതും ഒരു പ്രശ്നമാണ്. എന്നാൽ വന്നാൽ നിർത്തണ്ടേ, ഈ തുടങ്ങിയാൽ ഒരു പോയിന്റിലല്ലേ നിർത്താൻ പറ്റും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദീർഘമായി പോയത്. രാജ്യം സങ്കീർണമായ സാഹചര്യത്തിലാണ്. ഇവിടെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്ന DYFI വരും നാളുകളിൽ രാജ്യത്ത് നടക്കാൻ പോകുന്ന ജനകീയ പോരാട്ടങ്ങളിലും നിങ്ങൾ പങ്കാളികളാകണം. ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു പുതിയ മാതൃക കാണിക്കുന്നതിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇനി DYFI ഒളമകൽ യൂണിറ്റ് തുടങ്ങിയ പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനമാണ്. ഈ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള മഹത്തായ ഉദ്യമം MC അബ്ദുറഹ്മാൻ ഹാജിയിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ KT ജലീൽ MLA നടത്തുകയാണ്. അതിനുവേണ്ടി ഡോക്ടർ KT ജലീൽ MLAയും ആദ്യ സംഭാവന നൽകാൻ നമ്മുടെ MC അബ്ദുറഹ്മാൻ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സംഭാവന ആദ്യമായി ഈ MC അബ്ദുറഹ്മാൻ ഹാജി ഡോക്ടർ ജലീലിനെ ഏൽപ്പിച്ച സംഭാവന ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു ക്യാൻസർ രോഗിയുണ്ട്. പാവുക്കാട് മുഹമ്മദിന്റെ മകൾ വളരെ കാലമായിട്ട് അവര് പല ആസ്പത്രികളിൽ ചികിത്സയിലാണ്. ആ സംഭാവന സംഭാവന അവരുടെ കുടുംബത്തിന് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പാവുക്കാട് മുഹമ്മദിനെ ക്ഷണിച്ചു കൊടുക്കും. ഇനി ഡോക്ടർ ജലീലിനെ ക്ഷണിച്ചു കൊടുക്കാൻ സംസാരിക്കാൻ പറ്റും. ആശ്വാസ സേവന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്ത് ഒരു പുതിയ സംവിധാനവും കേന്ദ്രവും രൂപപ്പെടുകയാണ്. അത്തരമൊരു സമിതിയുടെ ഔപചാരികമായ തുടക്കത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ വിളംബരം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന മാന്യ സഖാവെ, ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സഖാവ് MM മണി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന CPIM-ന്റെയും DYFI-യുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ
സമാരംഭം ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ പേറുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് തണലാകാൻ ഒരുപാട് സേവന സംരംഭങ്ങളും കേന്ദ്രങ്ങളും രൂപവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പ്രദേശത്തും ഇങ്ങനെ ഒരു സമിതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന് മുന്നോട്ട് വന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളുടെ രാജ്യവും സംസ്ഥാനവും അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സാമ്പത്തികമായിട്ടുള്ള നയപരിപാടികളെക്കുറിച്ചുമൊക്കെ സവിസ്തരം ഏറെ പരിചയസമ്പന്നനായ സഖാവ് എം എം മണി അവറുകൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ രാജ്യത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇത് യാദൃശ്ചികമായി ഉണ്ടായതല്ല, വളരെ ആസൂത്രിതമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. 1990കളിൽ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്ത് ആരംഭിച്ച പരിഷ്കരണങ്ങളുടെ ദുരന്തങ്ങളാണ് നമ്മളുടെ നാട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇടതുപക്ഷ പാർട്ടികൾ രാജ്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഈ പരിഷ്കാരങ്ങളും കൊണ്ടുപോയാൽ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് ഇത് ധനാഢ്യനെ കൂടുതൽ ധനാഢ്യനാക്കാനേ ഉപകരിക്കും. ഈ പരിഷ്കാരങ്ങൾ സമ്പന്നനെ അതിസമ്പന്നനാക്കുക മാത്രമേ ചെയ്യൂ. കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടവരും കൂടുതൽ കൂടുതൽ ദുരിതക്കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സ്ഥിതി നാട്ടിലുണ്ടാകും. അന്ന് ഇടതുപക്ഷത്തിന്റെ മുന്നറിയിപ്പിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രാജ്യക്കാരോട് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ തന്നെയാണ്, എന്ത് നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ടാകുമ്പോഴും അതിനെ എതിർക്കും. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, യന്ത്രവൽക്കരണം വന്നപ്പോൾ അതിനെ എതിർത്തു. അതിന് സമാനമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഏതൊരു പരിഷ്കാരങ്ങൾ നാട്ടിലുണ്ടാക്കുമ്പോഴും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് 4-5 വർഷം മാത്രമേ നീണ്ടു നിൽക്കൂ. 6ാമത്തെ ഒരു വർഷം ഉണ്ടാകുമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അതിന്റെ നേട്ടം അനുഭവിക്കുന്നത് നമുക്ക് കാണാം. 23 വർഷം പൂർത്തിയാവുകയാണ് ആഗോള ലിബറൽ സാമ്പത്തിക നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഈ 23 വർഷത്തിനിടയിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായത്? ഒന്നുമുണ്ടായില്ല. 1.5 ലക്ഷത്തിലധികം കർഷകരാണ് ആത്മഹത്യ ചെയ്തത് ഇന്ത്യയിൽ. 18 ലക്ഷത്തോളം കുടിൽ വ്യവസായങ്ങളാണ് 15 വർഷത്തിനിടയിൽ നമ്മളുടെ രാജ്യത്ത് അടച്ചുപൂട്ടിയത്. പാവപ്പെട്ടവരും സാധാരണക്കാരും കണ്ണീര് കുടിച്ച് കഴിയുകയാണ് രാജ്യത്ത്. ധനാഢ്യന്മാരും അതിസമ്പന്നന്മാരും തടിച്ചു കൊഴുക്കുന്നു. അവരുടെ മൂലധന നിക്ഷേപങ്ങൾ ലക്ഷക്കണക്കിന് കോടികളായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് എന്ത് നേടിക്കൊടുത്തു? കഴിഞ്ഞ 10-23 വർഷത്തിനിടയിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗും
ഇനി ഇതാ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാജ്യത്താകമാനം മതാന്ധതയും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ നമ്മളെ ആഹ്ലാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്രാജ്യത്വ ശക്തികളുടെ ഒത്താശയോടെ നമ്മളുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പരമ്പരകൾ നമ്മളുടെ നാട്ടിലെ ഓരോ മനുഷ്യനെയും മാനസികമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബിജെപിയുടെ ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനമുണ്ടായത്. ബിജെപി തോൽക്കാൻ പോകുന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നു. അതിന്റെ തൊട്ട് പിറകെ ബിജെപിയുടെ ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനമുണ്ടായി. ബാംഗ്ലൂരിൽ, കോയമ്പത്തൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ എൽ.കെ. അദ്വാനി അഭിമുഖീകരിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെ ബോംബ് പൊട്ടിയത്. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്. ഗുജറാത്തിലെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഗോദ്രയിൽ തീവണ്ടി ദുരന്തമുണ്ടായതും ഗുജറാത്തിൽ വംശഹത്യ അരങ്ങേറിയതും. ആർഎസ്എസും ബിജെപിയും സംഘപരിവാറും രാജ്യത്ത് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് വിധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ആസൂത്രിതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ കക്ഷികളിലാണ് രാജ്യത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പ്രതീക്ഷ. അവരുള്ളിടത്ത് സമാധാനമുണ്ടാകും. ബംഗാളിൽ കഴിഞ്ഞ 33 വർഷം ഇടതുപക്ഷ ഭരണമായിരുന്നു. അവിടെ പട്ടിണിയും പരിവട്ടവുമില്ലാത്ത 33 വർഷങ്ങളാണ് കടന്നുപോയത്. വർഗീയ കലാപങ്ങളില്ലാത്ത 33 വർഷങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിൽ ഉണ്ടായത്. ബംഗാളിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്താണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ മരിച്ച ഭക്ഷ്യക്ഷാമം ബംഗാളിലുണ്ടായി. രാജ്യം വിഭജിക്കപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാക്കി. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ അത് ഇന്ത്യയുടെ ഭാഗമാക്കി. ഒരു സംസ്ഥാനം രണ്ടായി വിഭജിച്ചു, രണ്ട് നാടിന്റെ ഭാഗങ്ങളാക്കി മാറ്റി. കലാപങ്ങൾ ആളിക്കത്തി ബംഗാളിൽ. അങ്ങനെ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും ചരിത്രമുള്ള ബംഗാളിനെയാണ് 33 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഒരു കലാപം പോലും ഇല്ലാത്ത വിധം മാറ്റിയെടുത്തത്. ഒരു ഗവൺമെന്റ് ഒരു ജനതയ്ക്ക് നൽകേണ്ടത് സുരക്ഷിതത്വ ബോധമാണ്. ഭക്ഷണവും മറ്റാനുകൂല്യങ്ങളുമൊക്കെ പിന്നെ. ഒരു നാട്ടിൽ ജീവിക്കുന്ന ജനതയ്ക്ക് ഒരു ഭരണകൂടം നൽകേണ്ടത് സുരക്ഷിതത്വ ബോധമാണ്. ബംഗാളിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ സുരക്ഷിതത്വ ബോധം നൽകി. ചിലപ്പോഴൊക്കെ പല ആളുകളും പറയാറുണ്ട്, ബംഗാളിലെ മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഗണിച്ചു. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാക്കി കൊടുത്തില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പുരോഗതിയെ താരതമ്യപ്പെടുത്തി ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ പുരോഗതിയെയും നമുക്ക് കാണാനാകുമോ? കേരളത്തിൽ നിന്ന് 30 ലക്ഷത്തോളം ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റിയാണ്, ഒരു കച്ചവട സമൂഹമാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായത് തന്നെ അറേബ്യയിൽ നിന്ന് കച്ചവടക്കാർ ഇവിടെ എത്തി പ്രബോധന പ്രവർത്തനം നടത്തി സാമൂതിരിയുടെയൊക്കെ അനുഗ്രഹാശിസുകളോടെ നിരവധി ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് മതം മാറി. അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് കേരളത്തിലെ മുസ്ലിം തലമുറ, മുസ്ലിം സമൂഹം. അവർ വ്യാപാര കച്ചവട തൽപരരായിട്ടുള്ള ഒരു സംഘമാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് അവസരങ്ങൾ തേടി അവർ പോയിട്ടുണ്ട്.
ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ബംഗാളിൽ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടാണ് പുറന്തള്ളപ്പെട്ടത്, പിറകിലായി പോയത് എന്ന് പറയുന്നവരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ്. ബംഗാളും ബംഗ്ലാദേശും ഞാൻ പറഞ്ഞു ഒരു സംസ്ഥാനത്തെ രണ്ടാക്കി പകുത്തതാണ്. മുസ്ലിങ്ങൾ മാത്രമല്ലേ ബംഗ്ലാദേശിൽ ഭരണം നടത്തിയിട്ടുള്ളൂ. ഗൾഫിലൊക്കെ പോയി വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കണം. 400 റിയാലിനാണ് മുനിസിപ്പാലിറ്റി അടിച്ചു വരുന്ന ജോലി ബംഗാളികൾ നിർവഹിക്കുന്നത്. ആ ബംഗാളികൾ പടിഞ്ഞാറൻ ബംഗാളികളല്ല, ബംഗാളിൽ നിന്നുള്ളവരല്ല, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ളവരാണ്. മുസ്ലിങ്ങൾ മാത്രം ഭരിച്ച ബംഗ്ലാദേശിൽ എന്തേ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതി നേടിക്കൊടുക്കാൻ ആ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞില്ല? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയോ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെയോ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ബംഗാളിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ ബംഗാളിലെ വിവിധ മതസമൂഹങ്ങളെ നമുക്ക് വിലയിരുത്തുവാൻ വേണ്ടി കഴിയില്ല. ആടിനെ പട്ടികയാക്കി തല്ലിക്കൊല്ലുന്ന ഏർപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സഹകരിക്കാൻ പാടില്ല. അവർ നിരീശ്വരവാദികളാണ്, അവർ മുസ്ലിം വിരുദ്ധരാണ്, അവർ ക്രിസ്ത്യൻ വിരുദ്ധരാണ്, അവർ ന്യൂനപക്ഷ വിരുദ്ധരാണ്. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധരാവുക? മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിരീശ്വരവാദത്തിന്റെ കാര്യത്തിൽ രാജവമ്പാലകളായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന കാലത്താണ് സായിദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ കാലത്ത്, ബാപ്പക്ക് തങ്ങളുടെ കാലത്ത് ചെങ്കൊടിയുമായി പച്ചക്കൊടി കൂട്ടിക്കെട്ടിയത്. അന്ന് നിഷിദ്ധമാകാതിരുന്ന കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഹറാമായത്, നിഷിദ്ധമായത്? ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മതവിരുദ്ധമെന്നും മതാനുകൂലമെന്നും മതവിധി നൽകി നിങ്ങൾ അധിക്ഷേപിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യാൻ പാടില്ല, അവർ നിരീശ്വരവാദികളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദത്തെക്കാളും വലിയ തെറ്റാണ് ബഹുദൈവാരാധന, ബിംബാരാധന. നിരീശ്വരവാദികളായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള വാദം അംഗീകരിക്കപ്പെട്ടാൽ അതിന്റെ മുമ്പ് പറയേണ്ട വാദം ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള വിവിധ പാർട്ടികളിലെ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ? ബഹുദൈവാരാധനയല്ലേ നിരീശ്വരവാദത്തെക്കാളും വലിയ തെറ്റ്? ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നിരീശ്വരവാദികളാണോ വേണ്ടത്? അതല്ല നരേന്ദ്രമോദിയെ പോലെയുള്ള മതവിശ്വാസികളാണോ വേണ്ടത്? ബാൽ താക്കറയെ പോലെയുള്ള മതവിശ്വാസികളാണോ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയുള്ള നിരീശ്വരവാദികളാണോ വേണ്ടത് ഈ രാജ്യത്ത്? ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസവും വിശ്വാസമില്ലായ്മയും ഒക്കെ പുലർത്തി ജീവിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇതിനു മുൻപും ഭരണത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ അന്നൊന്നുമില്ലാത്ത രൂപവും ഭാവവും മുസ്ലിം ലീഗിന് ഇപ്പോൾ ഉണ്ടായിരുന്നു. 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് എം മണി അവർ ഇവിടെ സൂചിപ്പിച്ചു. 5 മന്ത്രിമാരുണ്ടായതുകൊണ്ട് എന്ത് നേട്ടം മുസ്ലിം ലീഗിന് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു? 5 മന്ത്രിമാരുണ്ടായിട്ടാണോ ലീഗ് ഇന്നുവരെ കേരളത്തിൽ അവർ പ്രതിനിധാനം ചെയ്ത ജനവിഭാഗത്തിന് നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തത്? കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ചരിത്രത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണം പോലെ സമാനമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. സമാനതകളില്ലാത്ത ചരിത്ര സംഭവമായിരുന്നു മലപ്പുറം ജില്ലയുടെ രൂപീകരണം. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല ഇന്ത്യയിൽ ആദ്യമായി
രൂപീകരിക്കപ്പെട്ടത് കേരളത്തിലാണ്. അന്ന് സഖാബി എം എസ് ആയിരുന്നു.